ഹലോ വ്യൂവേഴ്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 4 ലെഗ് പീസസ് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് നന്നായി മസാല പിടിക്കുന്നതിനാണ് വരഞ്ഞിട്ടുള്ളത്. ഇനി അതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പുപൊടി, വെളുത്തുള്ളി, വേപ്പില. ഇത്രയും ഐറ്റംസ് നമ്മളതിൽ തിരുമ്മി ചേർത്ത് പിടിപ്പിക്കലാണ് ചെയ്യേണ്ടത്. അതിന് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു 16 അല്ലി വെളുത്തുള്ളി മാത്രം ഇതിൽ നിന്ന് ആവശ്യമുള്ളൂ. അത്രയും സാധനങ്ങൾ ഞാൻ ചതച്ചെടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായി. അടുത്തതായി ചിക്കനിൽ ഈ മസാലകളെല്ലാം പുരട്ടി വയ്ക്കലാണ് ചെയ്യുന്നത്. അതിന് ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, മുളക് പൊടി 2 സ്പൂൺ, വേപ്പില കുറച്ച് ചെറുതാക്കി മുറിച്ചത്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തത്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ ഓരോ പീസുകൾ എടുത്ത് അതിൽ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വറുത്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ ഫ്രൈ. കുക്കിംഗ് എക്സ്പീരിമെൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ചിക്കൻ ലെഗിൻ്റെ എല്ലാ പീസസിലും നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറിന് ശേഷം വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഈ ചിക്കനിൽ മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈയിങ് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ. അതിലേക്ക് വേപ്പില കുറച്ചിടുക.
ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് വറുത്തെടുക്കും. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി ചിക്കൻ പീസസ് നമുക്കൊന്ന് മറിച്ചിടണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായി സോഫ്റ്റായി വറുത്തെടുക്കുകയാണ് വേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ നല്ല സോഫ്റ്റായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. രണ്ട് വശവും എല്ലാ ഭാഗവും നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് പകർത്താം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലെഗ് പീസസ് നാടൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.